നമസ്കാരം. മാധ്യമപ്രവർത്തകർ, മാപ്രകളെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ പരിഹാസത്തോടെ വിളിക്കുന്ന പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് കുറച്ചുകൂടി കടന്ന ഒരു അധിക്ഷേപ രീതിയിൽ തന്നെ വിളിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിലെ പ്രമുഖരായ മാധ്യമപ്രവർത്തകർ, വാർത്താവതാരകരെന്നുള്ളതിനും അപ്പുറം വെറും അവതാരകരും ഒരു വിദൂഷകരുമായി മാറുകയാണ് ഇക്കാലഘട്ടത്തിലെന്ന് പറയാതെ വയ്യ. കാരണം റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണോ അതോ യഥാർത്ഥത്തിൽ നടക്കുന്നതാണോ എന്ന് പലപ്പോഴും സാധാരണക്കാർക്ക് സംശയം തോന്നത്തക്ക രീതിയിലാണ് പല ചർച്ചകളും. ഇപ്പോഴെല്ലാം ചർച്ചകളുടെ കാലമാണല്ലോ. ഒറ്റയ്ക്കിരുന്ന് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം വിശകലനം ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു. അത്തരത്തിലുള്ള പരിപാടികളുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, മലയാളം സീരിയലുകൾ കാണുന്നത് അത്ര ആകാംക്ഷയോടുകൂടി, വീട്ടമ്മമാർ ഏത് തരത്തിലാണോ മലയാളം സീരിയലുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, അതേ ആകാംക്ഷയോടെ പല പ്രേക്ഷകരും കാത്തിരിക്കുന്ന ചർച്ചകളാണ്. അല്ലെങ്കിൽ ഈ അടുപ്പുകൂട്ടി ചർച്ചയെന്നൊക്കെ വിളിക്കുന്ന വട്ടം കൂടിയിരുന്ന കുറേ ആൾക്കാർ ഏതെങ്കിലും ഒരു വിഷയം വിശകലനം ചെയ്യുക. 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 പക്ഷം പിടിക്കുക, അതിൻ്റെ പേരിൽ പരസ്പരം തർക്കിക്കുക, വഴക്കുണ്ടാക്കുക. ഇതെല്ലാം സ്ഥിരം കാഴ്ചകളായി മാറിയിരിക്കുന്നു നമ്മുടെ സ്വീകരണ മുറികളിൽ. ആ സ്വീകരണ മുറികളിൽ കാണുന്ന ഈ സ്ഥിരം കാഴ്ചകൾ ഓരോ ദിവസവും കൂടുതൽ വഷളായി വരികയാണോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. സ്വാഭാവികമായി നാം ഒരു സാമാന്യ ബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. അങ്ങനെ പറയുവാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മരം വെട്ട് മുതലാളിയുടെ ട്രീ കട്ടർ ചാനലിൽ ഉണ്ടായൊരു പ്രഹസനമാണ്, നാടകമാണ്. ഒരു ചർച്ച നടക്കുന്നു. വളരെ പ്രസിദ്ധയായ സ്മൃതി പരുത്തിക്കാട് എന്ന അവതാരക എന്തോ പറഞ്ഞ് സഹ പാനലിസ്റ്റുകളുമായി, മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നോ മറ്റോ ആണ് പരിപാടിയുടെ പേര്. ഞാനത് സ്ഥിരമായി സ്ഥിരമായെന്നല്ല, കാണാറേ ഇല്ല. അതിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ തോന്നിയതാണ് ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന്. അതിനെ തുടർന്ന് കുറച്ചൊരു ഗവേഷണം നടത്തിയപ്പോൾ സ്ഥിരമായി പല ചാനലുകളിലും ഇതോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളോ നടക്കാറുണ്ട് എന്നതും ബോധ്യമായി. അതേ തുടർന്നാണ് ഈ വിഷയം എന്ന് നിങ്ങളുമായി ഒന്ന് ചർച്ച ചെയ്യാൻ കയ്യിലെടുത്തത്. സ്മൃതി പരുത്തിക്കാടിലേക്ക് തിരികെ വന്നാൽ, ഏതോ വിഷയത്തിൽ സഹ പാനലിസ്റ്റുകളുമായി തെറ്റി, സഹ പാനലിസ്റ്റുകൾ തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, ഞാൻ പറയുന്നതിനിടയ്ക്ക് കയറി പറയുന്നു എന്ന് പറഞ്ഞ് ആരോപിച്ച് അവരാദ്യം ക്ഷുഭിതയാവുന്നു. ഒടുവിൽ അവർ എഴുന്നേറ്റ് പോകുവാനൊരുങ്ങുന്നു. ഇത്തരത്തിലുള്ള നാടകങ്ങളെല്ലാം ആ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള നാടകങ്ങൾ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക, ലൈവായി സംപ്രേഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിലും ഒരു സ്വാഭാവികമായി നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ കൃത്യമായി ആ ലൈവ് അവിടെ വെച്ച് നിർത്തപ്പെടും. അതിന് പരിഹാരമുണ്ടാക്കിയതിന് ശേഷമേ ഏതൊരു പ്രൊഫഷണലായി പ്രവർത്തിക്കുന്ന ഏതൊരു മാധ്യമ സ്ഥാപനവും മുന്നോട്ട് പോവുകയുള്ളൂ. അല്ല എങ്കിൽ അത് സംപ്രേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. റിയാലിറ്റി ഷോകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള അടുപ്പുകൂട്ടി ചർച്ചകൾ. ഇത് എഴുതി തയ്യാറാക്കി കൃത്യമായ റിഹേഴ്സലുകൾക്ക് ശേഷം പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പൊറാട്ട് നാടകമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. കൃത്യമായിട്ട് പെട്ടെന്നുണ്ടായൊരു വികാര വിക്ഷോഭത്തിൽ എഴുന്നേറ്റ് പോകുന്ന ഒരു അവതാരകയൊന്നുമല്ല ഇത്രയും പ്രവർത്തന പരിചയമുള്ള അല്ലെങ്കിൽ പ്രവൃത്തി പരിചയമുള്ള സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള ഒരാൾ. അത് പ്രേക്ഷകർ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ഈ ട്രീ കട്ടറിൽ ഇത്തരത്തിലാണെങ്കിൽ മറ്റൊരു വശത്തും മറ്റ് ചാനലുകൾ അനുവർത്തിക്കുന്നത് സമാനമായ രീതികൾ അവരും അനുവർത്തിക്കാറുണ്ട്. ഇത്രയും വഷളായൊരു പ്രകടനം മറ്റൊരു ചാനലിനും അടുത്തിടെ ഉണ്ടായതായി കണ്ടില്ല. എന്നിരുന്നാലും മറ്റു രീതികളിൽ അവരും ട്രീ കട്ടർ ചാനലിനൊപ്പം നിൽക്കുവാൻ ശ്രമിക്കാറുണ്ട്. അതിൽ അവർ സ്വീകരിക്കുന്ന ഒരു മാർഗം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ആരുമില്ലാതെ കുറേ അനാഥർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളായി വന്ന് കിടപ്പുണ്ട്. പാറ്റകളുടെ ഇടയിൽ പാറ്റകൾ അവിടെ ജന്തർ മന്ദറിൽ വന്നിരുന്ന ദിവസം മുതൽ മൂക്കിന് വളയമിട്ട കുറേ റിപ്പോർട്ടർമാർ, തലയ്ക്ക് മുകളിൽ കണ്ണാടിയും വെച്ച് ജടയും കെട്ടി നിൽക്കുന്ന കുറേ റിപ്പോർട്ടർമാരെ റിപ്പോർട്ടർ ആരാണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ മലയാള മാധ്യമങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുറേ ആളുകളെ അങ്ങോട്ട് ആകർഷിച്ച് SFI വരുമോ, SFI പിന്മാറിയത് മോശമല്ലേ, വരുമെന്നാണ് കരുതുന്നത്, പതിവിലും കൂടുതൽ ജനങ്ങളുണ്ട് കേട്ടോ, ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാം. അത് രാമജന്മഭൂമിയിലായാലും അയോധ്യ വിഷയം ചർച്ച ചെയ്ത് ഹാഷ്മിയുടെയൊക്കെ വായിലെ വെള്ളം പറ്റി. അത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ UP സർക്കാരിനറിയാം. കാരണം പിണറായി വിജയൻ്റെ സർക്കാരോ സതീഷിൻ്റെ സർക്കാരോ അല്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നിടത്ത് ഭരണത്തിലുള്ളത്. കൃത്യമായിട്ട് അതിനുള്ള പരിഹാരങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ കൃത്യമായി കണ്ടിരിക്കും. ഉത്തരവാദികളായവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുവാൻ സാധിക്കുമോ? ഈ
എഴുതിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തീ കൊളുത്തി ഒരു തീപ്പൊരിയെങ്കിലും ഇട്ട് ഒരല്പം തീയാളി അതിൽ കുറച്ച് പെട്രോൾ ഒഴിക്കാൻ സാധിക്കുമോ എന്നൊക്കെ അന്വേഷിച്ച് ഡൽഹിയിലും ഉത്തർപ്രദേശിലുമൊക്കെയായി നമ്മുടെ മലയാള മാധ്യമങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. പാറ്റകളുമായിട്ടുള്ള ഏതൊരു സാമൂഹ്യ മാധ്യമങ്ങളിലെ വീഡിയോകളിൽ പാറ്റകൾ സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളൂ. മലയാള മാധ്യമങ്ങളുടെ മൈക്കുകൾ മാത്രമേ നിങ്ങൾക്ക് അവരുടെ മുൻപിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പറയും ഉത്തരേന്ത്യൻ മീഡിയകളെല്ലാം ഗോദി മീഡിയകളാണെന്ന്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലുള്ള സൺ ടി വി എന്തുകൊണ്ട് അവരുടെ മുൻപിൽ സൺ ടി വിയുടെ മൈക്ക് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? അല്ലെങ്കിൽ ഈ ബിഗ് ടി വിയുടെ തലതൊട്ടപ്പന്മാരുടെ ചാനലുകൾ തെലുങ്കാനയിലുണ്ടല്ലോ, ഇവിടുത്തെ ബിഗ് ടി വിയുടെ അവരുടെ മൈക്കുകൾ നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? ബിഗ് ടി വിയുടെ മൈക്ക് പോലും എന്തുകൊണ്ട് കാണുന്നില്ല? അത്തരത്തിലുള്ള പല മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുമായി ഇറങ്ങുന്നുണ്ട്. ഞാൻ പേരെടുത്ത് തന്നെ പറയുന്നത് കൃത്യമായിട്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ അത് പേരെടുത്ത് പറയുന്നതിൽ മടിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം കൊണ്ടാണ് ഈ വിവരങ്ങൾ നിങ്ങളോട് പറയുന്നത്. പിന്നെ ആദ്യത്തെ ചാനലിൻ്റെ പേര് പറഞ്ഞത് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നാമത്തിനേക്കാൾ ഇപ്പോൾ അവർ അറിയപ്പെടുന്ന നാമമാണ് അവർ അർഹിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ട്രീ കട്ടർ ചാനലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൊറാട്ട് നാടകങ്ങൾ വെറും റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കോട്ടുമിട്ട് വന്നിരുന്ന് ശ്വാസം വിടാതെ കേരളത്തിൻ്റെ അന്തരാളങ്ങളെ നടുക്കിയ ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുവാനുള്ള മനസ്സാക്ഷി കുത്തുണ്ടായില്ലെങ്കിൽ കോട്ടുമിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന ആൾക്ക് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്ന് പറയുന്നതാണ്. അല്ലാതെ യാതൊരു വികാരവിക്ഷോഭമോ ആ നടന്ന സംഭവത്തോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു അനുഭാവമോ അനുതാപമോ ഇല്ല എന്നുള്ളത് തന്നെ ഉറപ്പിച്ചുള്ളൂ. കാരണം രാജ്ദീപ് സർദേശായി, ഇവരുടെയൊക്കെ തലതൊട്ടപ്പന്മാരിലൊരാളായ രാജ്ദീപ് സർദേശായി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ കാലത്തെ മാധ്യമപ്രവർത്തകർ കഴുകർക്ക് തുല്യരാണ്. മുഖ്യധാരാ മാധ്യമപ്രവർത്തകർ കഴുകന്മാർക്ക് തുല്യമാണ്, ശവംകുത്തി കഴുകന്മാർക്ക്. അതിനുമപ്പുറത്തേക്കുള്ള യാതൊരു മഹത്വവും ഈ ദൃശ്യമാധ്യമങ്ങളിലെ വാർത്താ അവതാരകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവതാരക കോമാളികൾ അർഹിക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദേശീയതയോടൊപ്പമുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഒരു കുടുംബാംഗമായി നിങ്ങളും ഉണ്ടാകുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം.